അല്ല, നമ്മുടെ കുഞ്ഞാറ്റയാണ് ആണോ? എത്തുന്നത്. ഓ, അത് ശരി. Let's welcome കുഞ്ഞാറ്റ on stage. ജനഹൃദയങ്ങൾ കീഴടക്കിയ ആ, അതെ അതെ അതെ. നമ്മുടെ കുഞ്ഞാറ്റ. ഹലോ. ഹായ്. നമ്മുടെ കുഞ്ഞാറ്റയല്ലേ? അതെ ഡെഡിക്കേഷൻ റൗണ്ട് അല്ലേ? അതെ, ആർക്കാണ്? അതെന്റെ രണ്ടപ്പൂപ്പന്മാർക്ക് വേണ്ടിയിട്ടാണ്. ആഹാ. എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒന്ന് എന്റെ അച്ഛന്റെ അച്ഛനും ഉം. പിന്നെ എന്റെ അമ്മയുടെ അച്ഛനും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യണത്. ആഹാ. അപ്പോൾ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, പാട്ട് പാടി തന്നിട്ടുണ്ട്. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉം. അപ്പോൾ അവരിപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല, മരിച്ചുപോയി. അപ്പോൾ പിന്നെ എൻ്റെ അമ്മയുടെ അച്ഛൻ പാട്ടൊക്കെ പാടുമായിരുന്നു, നല്ലൊരു പാട്ടുകാരനായിരുന്നു. ഉം. സംഗീതമൊന്നും പഠിച്ചിട്ടില്ല, എന്നാലും പാടുമായിരുന്നു. പാട്ടുകാരൻ ശശി എന്നാണ് എഴുപന്നയിൽ അറിയപ്പെടുന്നത്. ആഹാ. അപ്പോൾ ദലീമ മാഡത്തിൻ്റെ ഒക്കെ ഒപ്പം മത്സരത്തിന് പോയി പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അപ്പൊക്ക് സിനിമാ പാട്ട് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഉം ഉം. കൂലിപ്പണിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ തിയേറ്ററിന്റെ പുറത്തു പോയി നിൽക്കും. അകത്ത് കയറാനായിട്ട് അധികം പൈസ ഇല്ല, ഡയലോഗൊക്കെ കേൾക്കും അല്ലേ? ഡയലോഗ് എല്ലാം പാട്ടുകളും. കേൾക്കും. അപ്പൊ പാട്ട് വരാൻ വേണ്ടിട്ട് അപ്പ അങ്ങനെ കാത്തു നിൽക്കും. അങ്ങനെ ആ പാട്ട് വന്നിട്ട് അപ്പ പഠിച്ചെടുക്കും. പാട്ടുകാരൻ ശശി എന്നല്ലേ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്? അതെ സാർ. ആ, ആലപ്പുഴ ആകാശവാണിയിൽ അദ്ദേഹത്തിന് ഓഡിഷനിൽ വിളിച്ചിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല ആ സമയം, പറ്റിയില്ല. അല്ലേ? ആ. അതുകൊണ്ടാണ് ഇപ്പൊ പാട്ടുകാരി കുഞ്ഞാറ്റ ഇവിടെ നിൽക്കണേ. അതെ സാർ. അവിടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, ഞാൻ ഈ ഇങ്ങനത്തെ ഒരു ഫ്ലോറിൽ കയറണം എന്ന്, ഞാൻ വലിയ പാട്ടുകാരി ആവണം എന്ന്. ഇത് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് പാടാൻ പോണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഏത് പാട്ടാണ്? കണ്ണും നട്ട് കാത്തിരുന്നിട്ടും. ആഹാ. അപ്പടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. കുഞ്ഞാറ്റയ്ക്ക് ഒരുപാട് പാടി തന്നിട്ടുണ്ട് ഈ പാട്ട്. കുറെ പ്രാവശ്യം പാടിത്തന്നു. അങ്ങനെയാണ് കുഞ്ഞാറ്റയ്ക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടുന്നത്, അതെ. അല്ലേ? അപ്പ പാടിത്തന്ന കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി, ഉം. കണ്ണെന്നിട്ട് കാത്തിരുന്നിട്ടും. അപ്പോഴാണ് ഞാൻ ഈ റിയൽ പാട്ട് കേൾക്കണത്. ഇപ്പോ ഇതിന്റെ ഡീറ്റെയിൽസ് പറയൂ. ഫിലിം കഥാവശേഷൻ, ഉം. വർഷം 2004, ഉം. മ്യൂസിക് എം ജെ ചന്ദ്രൻ സാർ, മധുബാലകൃഷ്ണൻ. പറഞ്ഞു പറഞ്ഞപ്പോ എന്നെ ഒരു മ്യൂസിക് ഡയറക്ടർ ആക്കും. ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറ്, പാടിയത് വിദ്യാസാഗർ സാറും വിദ്യാധരൻ വിദ്യാധരൻ സാറും പി ജെ ചന്ദ്രൻ സാറും. തീർച്ചയായിട്ടും ഈ സിനിമ TV ചന്ദ്രൻ സാറിനെയാണ് ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഡയറക്ടറാണ്, ഒരു ഗ്രേറ്റ് ഡയറക്ടറാണ്. അദ്ദേഹത്തിന് വലിയൊരു നമസ്കാരം ഫ്രം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ സാർ. കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും, കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും, കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും, എന്റെ കരളിന്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? ഓ, കട്ടെടുത്തതാരാണ്? പൊന്നു കൊണ്ടു വേലി കെട്ടിയിട്ടും, എന്റെ കൽക്കണ്ട കിനാവു പാടം കൊയ്തെടുത്തതാരാണ്? ഓ, കൊയ്തെടുത്തതാരാണ്? കണ്ണ് നട്ട് കാത്തിരുന്നിട്ടും,
നട്ട് കാത്തിരുന്നിട്ടും എന്റെ കരളിന്റെ കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്? പൊന്നു കൊണ്ടു വേലി കെട്ടിയിട്ടും എന്റെ കൽക്കണ്ട കിനാവ് പാടം കൊയ്തെടുത്തതാരാണ്? വെരി നൈസ്, വെരി നൈസ്. നമ്മുടെ കുഞ്ഞാറ്റയുടെ പാട്ടിനെ പറ്റി പറയുന്നതിന് മുമ്പേ എനിക്ക് വളരെയധികം ഹൃദ്യമായിട്ട് തോന്നിയിട്ടുള്ളത് രണ്ട് വലിയ കലാകാരന്മാർ ഇവിടെ ഇരിക്കുന്ന. ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഇതിൻ്റെ ഓരോ തബല ടേക്കുകളും അങ്ങനെ നിശ്ചയിച്ച് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അത് ആനന്ദ്ജിയും മുരളിജിയും ഒരു വലിയ സെല്ല്. കുഞ്ഞാറ്റെ, എന്തോ ഞാൻ കുഞ്ഞാറ്റയുടെ ഫാനാണ് കേട്ടോ. താങ്ക് യു സർ. ഇതിലുള്ള എല്ലാ പാട്ടുകളും ഇവിടെ പാടിയത് എൻ്റെ മനസ്സിലുണ്ട്. ഓരോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റും. ഞാൻ പറയും ഇതല്ലേ അതല്ലേ എന്ന്. ഇന്നിപ്പോൾ എൻ്റെ ഒരു പാട്ട് പാടി, ഇത് എനിക്ക് വളരെയധികം ആത്മബന്ധമുള്ള ഒരു സോങ്. അപ്പോൾ അത് കുഞ്ഞാറ്റയുടെ രീതിയിലാണ് പാടിയത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. താങ്ക് യു സർ. താങ്ക് യു. വിദ്യാധരൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു മഹാനായിട്ടുള്ള ഒരു സംഗീതജ്ഞൻ. അദ്ദേഹം ശരിക്കും ഇത് ആവാഹിച്ച് ആണ് ഇത് പാടിയിരിക്കുന്നത്. ടച്ചിങ് ദ സോൾ എന്ന് പറയുന്നത്. അതെ അതെ. അത് വെറും പാട്ട് പാടലല്ല. അതാണ് ഞാൻ കുഞ്ഞാറ്റയിലും കാണുന്നത്. വെറും പാട്ട് പാടലല്ല, അത് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. താങ്ക് യു സർ. അത്തരത്തിൽ അനുഭവിക്കുന്നവർ മാത്രമാണ് വലിയ വലിയ കലാകാരന്മാരായിട്ട് പറയുന്നത്. താങ്ക് യു സർ. കാലം അത്തരം ആൾക്കാരാണ് രേഖപ്പെടുത്തുന്നത്. കുഞ്ഞാറ്റ എഴുതി വെച്ചോ, ഒരു സമയത്ത് കാലം കുഞ്ഞാറ്റയെ അങ്ങനെ രേഖപ്പെടുത്തും. താങ്ക് യു സർ. താങ്ക് യു. അതിനെപ്പറ്റി ഒരു സംശയമില്ല. ഈ പാട്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് ഇടങ്ങള് എനിക്ക് സ്ട്രെയിറ്റ് ടു ഹാർട്ടായിട്ട് എനിക്ക് കൊണ്ടിട്ടുണ്ട്. താങ്ക് യു സർ. അതിന്റെ കാരണം ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്തുള്ള ചില വളരെ റെയർ ആയിട്ടുള്ള ചില മൂമെന്റ്സ് ആണ്. ഒരു ഭാഗത്ത് ഇതിന്റെ ചരണം എഴുതുന്നതിന് കുറച്ച് നേരെടുത്തു. പെട്ടെന്നാണ് ഗിരീഷേടൻ പറയുന്നത്, കുമ്പിളിൽ വിളമ്പിയ പൈമ്പാലെന്നോർത്തു ഞാൻ അമ്പിളി കിണ്ണത്തെ കൊതിച്ചിരുന്നു. അന്നത്തെ അന്തിയിൽ അത്താഴപാത്രത്തിൽ അമ്മതൻ കണ്ണീരോ തിളച്ചിരുന്നു. അങ്ങനെ ഞാൻ അന്നും കരഞ്ഞിരുന്നു. അത് അന്ന് എൻ്റെ മനസ്സിൽ കയറിയതാ, ഇവിടെ കൊണ്ടു കയറിയതാ. അതിന്നും എനിക്ക് മറക്കാനായിട്ട് പറ്റുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഈണ ഇട്ടപ്പോഴത്തേക്കും ഉണ്ട് ഗിരീഷേട്ടൻ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കാൻ. ആ സമയത്ത് എൻ്റെ ഷർട്ട് ഗിരീഷേട്ടൻ്റെ കണ്ണുനീര് കൊണ്ട് നനഞ്ഞു. എന്ത് പറ്റി ഗിരീഷേട്ടാ? അപ്പോൾ പറഞ്ഞു, ഈ പാട്ടിൽ എൻ്റെ ജീവിതമുണ്ട് കുട്ടാ. ഗിരീഷേട്ടൻ വളർന്ന സാഹചര്യങ്ങളും ആ വീടും അച്ഛനും അമ്മയും ആ ലോകവും പ്രാവുകൾ കുറുകുന്നതും അന്നും അങ്ങനെ ഞാൻ കരഞ്ഞിരുന്നു എന്ന് പറയാം. ഗിരീഷേട്ടൻ സ്വന്തം കഥ എഴുതി വെക്കുന്ന പോലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പാട്ട് ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് പാടിയതിന് പ്രത്യേകിച്ച് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ കുഞ്ഞാറ്റേ, കുമ്പിളിൽ വിളമ്പിയ ആ വരികളൊക്കെ കുഞ്ഞാറ്റ പാടിയപ്പോഴത്തേക്കും അതിനൊരു ഹൃദയമുണ്ടായിരുന്നു. ചില നോട്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. അത് സാരമില്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം എക്സ്പ്രഷന് മേളിൽ ഒരു നോട്ടും ഒരിക്കലും ജീവിച്ചിട്ടില്ല. പിന്നെ ടെക്നിക്കൽ ബ്രില്യൻസ് വേണ്ട പാട്ടുകൾ ആ രീതിയിലായിരിക്കണം. ഇത് എക്സ്പ്രഷൻ ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ആ എക്സ്പ്രഷൻസ് ഈ ശബ്ദത്തിലൂടെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, രണ്ട് അപ്പൂപ്പന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷനാണ്. ദാറ്റ് ഇസ് ഗ്രേറ്റ്. ഇതിനൊക്കെ അപ്പുറം, ഈ സംഗതിക്കും ബാക്കി ടെക്നിക്കൽ ഡീറ്റെയിൽസിനും ഒക്കെ അപ്പുറം എനിക്ക് ഒത്തിരി 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 അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഒരു രക്ഷയില് എത്ര ഞാൻ വിചാരിച്ച പോലെ അത് മാറ്റാൻ പറ്റില്ല. താങ്ക് യു. അതാണ് കുഞ്ഞാറ്റ ഫ്ലേവർ. ഈ പാട്ട് കേൾക്കുമ്പോൾ ONV സാറിന്റെ വരികളും ഓർമ്മ വരും. പുന്നെല്ലിൻ കതിരോലത്തുമ്പത്ത് പൂത്തുമ്പി പൊന്നോയലാടുന്ന ചേലു കാണാം. പുഴവക്കിൽ പൂക്കൈത കുളിർനില ചന്ദന കുറിയിട്ടു നിൽക്കുന്ന കാഴ്ച കാണാം. എന്തിനേ 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 പോകുന്ന എൻ്റെ നെഞ്ച് കുറുകുന്ന പൊൻപ്രാവേ. പുന്നെല്ലിൻ കതിരോല തുമ്പത്ത് പൂത്തുമ്പി പൊന്നോയലാടുന്ന ചേലു കാണാം.
ഈ പാട്ട് ഓർമ്മ വരും. കൂടുതലും അതിൻ്റെ കാരണം അതിൻ്റെ വരികളാണ്. അതിൻ്റെ അനുപല്ലവിയിൽ വരുന്ന കാണാതിരിക്കുമ്പോൾ കണ്ണു നിറയുമാ കാതര സ്നേഹത്തെ ഓർത്തിരിക്കാം പുന്നില്ലിൻ കതിരോല എന്ന് വരും. അമ്മയെ പറ്റിയിട്ട് പറയുന്ന വാക്കുകളാണ്. എനിക്കെപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ എൻ്റെ അടുത്ത പാട്ട് എപ്പോഴും പുന്നെല്ലിൻ കതിരോല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 പാട്ടുകളാണ്. പിന്നെ കണ്ണുനട്ട് കാത്തിരുന്നിട്ടും എത്തുമ്പോഴത്തേക്ക് ഞാൻ ആ അവസാനത്തെ കടവത്ത് ഞാൻ മാത്രമായി എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. എത്രയോ പ്രാവശ്യം അതിങ്ങനെ ഇട്ട് കേട്ട് 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 ഞാൻ ഇങ്ങനെ ഇരിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. കുഞ്ഞാറ്റ പാടിയതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സോങ് എം ജി സർ. 2 ചോദ്യം ചോദിക്കാനുണ്ട്. ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് വിദ്യാധരൻ മാസ്റ്ററിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, സാധാരണ പാട്ടുകൾക്കൊക്കെ അനുപല്ലവിക്കും ചരണത്തിനു മുന്നേ ഇന്റർലൂഡ് ഉണ്ടാവും. ഈ പാട്ടിന് പക്ഷേ ചരണത്തിന് മുന്നേ ഒരു ഇന്റർലൂഡ് ഇല്ല. നേരെ ആ തുണ്ടുപല്ലവിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോയ്സ് എടുത്തത് എന്ന് പറയാമോ? ഇതൊരു കള്ളൻ പാടുന്ന പാട്ടാണ്. കള്ളന് കിട്ടിയ ഹാർമോണിയം വെച്ചിട്ട് ആ കള്ളൻ പാടുന്ന പാട്ടാണ്. കള്ളൻ പാടുന്നത് അയാളുടെ ജീവിതം. അപ്പൊ ജീവിതം പാടുന്ന ഒരാള് അത് പാടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പൊ എപ്പോഴും എൻ്റെ കമ്പോസിങ്ങിന്റെ കൂടെ എനിക്ക് വഴികാട്ടിയായിട്ടുള്ള ഈ ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് എന്ന് പറയുന്ന ഇളങ്കോച്ചേട്ടൻ അറിയാം. ഇളങ്കോച്ചേട്ടനുണ്ട്. അപ്പൊ ഇളങ്കോച്ചേട്ടനാണ് പറയുന്നത്, കുട്ടാ നമുക്ക് വിദ്യാധരൻ മാസ്റ്ററിന്. അപ്പൊ ഇളങ്കോച്ചേട്ടനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, വിദ്യാധരൻ മാസ്റ്റർ ഇത് പാടുവോ അറിയില്ല, ഞാൻ വിളിച്ചു നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും ഉടനെ വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞു, ഞാൻ വരാം, മറ്റന്നാൾ തന്നെ വരും കുട്ടാ, വരുന്നു. അങ്ങനെയാണ് നമ്മൾ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഇതെടുക്കുന്നത്. അതൊക്കെ മറക്കാൻ പറ്റാത്ത വെറും അരമണിക്കൂർ കൊണ്ട് അദ്ദേഹം പാടി അത് ഗംഭീരാക്കി ഈ പാട്ട് എന്ന് പറയാതിരിക്കാൻ പറ്റൂല. പിന്നെ ഇന്റർലൂഡിന്റെ കാര്യം, ഇതിന്റെ ഒരു കഥാ സന്ദർഭത്തിൽ അത്തരം ഇന്റർലൂഡ്സിനുള്ള ഒരു സ്പേസ് ഇല്ല. ഈ ഹാർമോണിയം വെച്ച് പാടുന്നു, പാട്ടാണല്ലോ, പാട്ടാണ് അതിന്റെ ഇന്റർലൂഡ്, പാട്ടാണ് അതിന്റെ മെയിൻ ആർട്ട് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാം ആ പാട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരു തബലയുടെ ഒരു ചെറിയൊരു ഫ്രേസിലൂടെ നമ്മൾ ആ ഇന്റർലൂഡ് കട്ട് ചെയ്ത് പോകുന്നത്. അതെ, ആ രീതിയിലാണ്. ഒരു ഗസൽ സ്റ്റൈലും കൂടാണ്. പിന്നെ ജേട്ടൻ അവസാനത്തെ ഭാഗത്തേക്ക് ദിലീപ് ജി വരുന്ന ഒരു ഏരിയയിലേക്ക് അത് ആര് പാടും എന്ന് പറഞ്ഞപ്പോൾ അത് വിദ്യാധരൻ മാസ്റ്ററിനെ പോലെ ഭാവം എന്ന് പറയുന്നത് നമുക്ക് ഭാവഗായകന് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ജേട്ടനെ അതിലേക്ക് വിളിച്ചത്. അദ്ദേഹം വളരെ സന്തോഷത്തോടു ചെയ്തത്. മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു ഫോർ ദി ക്വസ്റ്റ്യൻസ്. അപ്പൊ കുഞ്ഞാറ്റക്കിളി എന്ത് രസത്തിലാ പാടുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പറഞ്ഞ പോലെ കുഞ്ഞ് ശ്രുതി കാര്യങ്ങൾ അവിടെ ഇവിടെ ഒന്ന് നോക്കിയാൽ മതി. എന്ത് തോന്നുന്നു പാടുമ്പോ? അമ്മയുടെ അച്ഛന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട് പാടിയതാണ്. എന്തായാലും ആ ഇഷ്ടം പാട്ടിലുണ്ട്. ഇതിന് എപ്പോഴും പറയുന്ന പോലെ കുഞ്ഞാറ്റ പാടിക്കഴിഞ്ഞാൽ കുഞ്ഞാറ്റ ഫ്ലേവർ അതിലോട്ട് വരും. കുഞ്ഞാറ്റയുടെ കയ്യൊപ്പം അവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശ്രുതി മാത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കുഞ്ഞാറ്റക്കിളി അസലായിട്ട് പാടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിലെ ഭാവമാണ് മെയിൻ ഈ പാട്ടില്. ഞാൻ നോക്കുമ്പോ ഒരു വിദ്യാധരൻ മാഷ് ഒരു ഫീമെയിൽ വോയിസിൽ പാടിയ പോലെ എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇരിക്കണ്ടായിരുന്നു ആ സാധനം. ആ സാധനം അത് വിദ്യാധരൻ മാഷ് എപ്പോഴും സ്റ്റൈൽ യൂസ് ചെയ്യുന്നൊരു സ്റ്റൈലാണ്. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് ശ്രുതി പോയി, കുറച്ച് സംഗതികളൊക്കെ ഒന്നുകൂടി പെർഫെക്റ്റ് ആവാനുണ്ടെന്ന് എനിക്ക് തോന്നി. നോട്ട്സ് ചില പെർഫെക്റ്റ് ആക്കാനുണ്ടെന്ന് തോന്നി. അല്ലാതെ വേറെ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് ഇതിൽ പറയാനില്ല. അപ്പൊ മാർക്ക് തരാം. ഓക്കെ, കുഞ്ഞാറ്റക്കിളിക്ക് നിന്ന് കിട്ടുന്ന മാർക്ക് 98.25. അത് മാത്രല്ല, ഒരു സ്പെഷ്യൽ സന്തോഷമുണ്ട്. ഇന്നത്തെ നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ നമ്മുടെ കുഞ്ഞാറ്റക്കിളിയാണ്. എന്തോ ആനപല്ലവിക്കോ നമ്മള് തേപ്പിച്ചാ തേക്കൂ. നല്ലൊരു ഉത്തരവാണല്ലേ. നല്ല ഉത്തരവാണ്, നമ്മൾ തേപ്പിച്ചാ തേക്കുന്നത്. നമ്മുടെ കുഞ്ഞാറ്റക്കിളിക്ക് വിലീവായിട്ട് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഇത് വെച്ച് പല്ലിക്കുക. 2 നേരം 3 നേരം പല്ല് തേക്കാം. അയ്യോ, വെട്ടിത്തിളങ്ങണം. അത് തേഞ്ഞു പോകും. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്.
ഓൾ ദി ബെസ്റ്റ്. All the best. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള നല്ല സർപ്രൈസുകളൊക്കെയുള്ള ഒരുപാട് നല്ല നല്ല പാട്ടുകൾ കേട്ട ഒരു ദിവസമായിരുന്നു. ഇതുപോലെ തന്നെ നല്ലൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വീണ്ടും കാണും വരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ ബൈ, സീ യു.